ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു യൂണിഫോം കോട്ടിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു യൂണിഫോം കോട്ട് ഈ ക്ലോത്തിൽ നിന്നും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ടൊരു കോട്ടും കൂടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അന്നേരം ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുക്കുന്നത്. ഇതുപോലത്തെ കോട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്, അതിന് ശേഷമാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ രണ്ട് ഇട്ട് മടക്കി ഇട്ടേക്കുവാണ്. ഇങ്ങനെ ഇവിടെ മടക്കുവശം, അവിടെ മടക്കുവശമാണ്, ഇവിടെ ഓപ്പൺ സൈഡാണ്. ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുമ്പോൾ ഇവിടെ തേര് വശമാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ തേരും വരുന്ന മടക്കി ഇടുമ്പോൾ രണ്ട് പീസ് വരുമല്ലോ, അവിടെയാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത്. ഇത് ഒരുപോലെ ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് എടുക്കുവാണ്. ആദ്യം നമുക്കിവിടെ ഒന്ന് ലെവലാക്കി ഒന്ന് വരച്ചു കൊടുക്കണം. കാരണം ഇവിടെ ഏറ്റക്കുറച്ചിലുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ലെവലാക്കി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ലെങ്ത് 16 ഇഞ്ചാണ് വരുന്നത്. ആദ്യം നമുക്ക് 4.5 ഇഞ്ച് ഇവിടെ ഈ ഓപ്പൺ സൈഡിൽ ഇവിടെ രണ്ട് പീസാണ് വരുന്നത്. ഇവിടെ നമ്മൾ 4.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങ് താഴെ വരെയും 4.5 ഇഞ്ച്. ഇത് നമുക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്, ഫ്രണ്ട് നെക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ 4.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതൊരു ലൈൻ വരച്ചെടുക്കുക. പിന്നീട് നമ്മൾ ഈ 4.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷമാണ് ബാക്കി അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിനായിട്ടാണ് ഈ 4.5 ഇഞ്ച് ഇങ്ങനെ വിട്ടേക്കുന്നത്. പിന്നീട് നമുക്ക് ബട്ടൺ ഹോളും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. നമ്മൾ ആ 4.5 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ 1 ഇഞ്ച് വീണ്ടും ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കുവാണ് താഴെ വരെ. പിന്നീട് ആ 1 ഇഞ്ച് നമ്മൾ ഒന്ന് ലൈൻ വരച്ചെടുക്കുവാണ്. ഇവിടെ ഇപ്പോൾ 2 പീസാണ് വന്നേക്കുന്നത്. നമ്മൾ 2 പീസാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഫ്രണ്ടിൽ ബട്ടൺ ഹോളും വരുന്നുണ്ട്, അതിന് നമ്മൾ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അടുത്തത് ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്രയാണ് ഫുൾ ഷോൾഡർ അതിൻ്റെ പകുതി പ്ലസ് 1/4 ഇഞ്ച് ആഡ് ചെയ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആ 1 ഇഞ്ച് വിട്ടതിന്, ബട്ടൺ ഹോളിനുള്ള 1 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ആ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് 1 ഇഞ്ചെന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനായിട്ടാണ് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തത്. പിന്നീട് അതിൻ്റെ താഴേക്ക് നമ്മളിവിടെ ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്തത് അത് തന്നെ വീണ്ടും ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 1 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇവിടെ മാർക്ക് ചെയ്തത് എത്രയാണോ അത് തന്നെയാണ് ഈ 1 ഇഞ്ച് വിട്ടതിന് ശേഷം ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ഇവിടുത്തെ കറക്റ്റ് വീതി തന്നെ, ഈ വീതി തന്നെ ഇവിടെയും കിട്ടാനായിട്ട് നമ്മളൊന്ന് ഇവിടെയും കൂടെ ഒന്ന് വരച്ചു കൊടുത്ത് ഇവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി കണ്ട് അതിൻ്റെ കൂടെ 1/4 ഇഞ്ചും കൂടെ ആഡ് ചെയ്താണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്നും 1 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്തു. പിന്നീട് ആ 1 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തത് തന്നെ ആം ഹോളിൻ്റെ ലെങ്തായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഇങ്ങനെ നീട്ടി വരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചെസ്റ്റ് റൗണ്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. എത്രയാണോ ചെസ്റ്റ് റൗണ്ട് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ലൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചുരിദാറിനൊക്കെ നമ്മൾ 1/2 ഇഞ്ച് ലൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോട്ടൺ എന്ന് പറയുന്നത് കുറച്ച് ലൂസായിട്ട് കിടക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ലൂസ് വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ഇഞ്ച് ലൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ഇവിടെ എത്രയാണെന്ന് നോക്കി അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ പോയിൻറ്റും ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 1 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് ആദ്യത്തെ പോയിൻ്റ് ഉണ്ടല്ലോ അതും
വരുന്ന രീതിയിൽ നമ്മൾ ഫ്രഞ്ച് കർവ് ഇങ്ങനെ വെച്ച് ഒന്ന് ആം ഹോൾ കർവ് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമ്മളൊന്ന് കുഴിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നെക്ക് വിഡ്ത്ത് ടോട്ടൽ നെക്ക് വിഡ്ത്ത് 5 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 2.5 ഇഞ്ച് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് 1/4 ഇഞ്ച്, ആ 2.5 ഇഞ്ചിൽ നിന്നും 1/4 ഇഞ്ച് കുറച്ച് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെയും നമ്മൾ 2.25 ഇഞ്ച് വീതി ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് അവിടെ ഒരു ബോക്സ് കൂട്ടി ഇങ്ങനെ വരച്ചെടുത്തു. നമ്മളിവിടെ വി നെക്കാണ് കോട്ടിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് ചരിച്ചൊന്ന് വരച്ചിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് കണ്ട് 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് ഇങ്ങനെ കുഴിച്ചൊരു വി ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഷോൾഡർ സ്ലോപ്പ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതിലേക്ക് ചരിച്ചൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് റൗണ്ട് ഇവിടെ എല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഞാൻ എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് ലെങ്ത് വരുന്നത് അത് ഇവിടെ നിന്നും മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4-ൽ നിന്നും 1 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4-ലൊന്ന് കണ്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും തയ്യൽ തുമ്പിനായിട്ട് പിന്നെ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് 2 പോയിൻ്റ് കൂടെ ചേർത്ത് ഇങ്ങനെ വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഈ ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്യുന്നത്. ഇത് വെച്ച് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം ഈ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനിടാം. വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ കട്ടിങ് മാത്രം കാണിക്കുന്നത്. അപ്ലോഡ് ചെയ്യാനും അന്നേരം ഒത്തിരി സമയമെടുക്കും. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് വേണം ബാക്ക് പീസ് കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ വശത്ത് ബാലൻസ് ഇവിടെ ഇവിടെ നിന്നാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തത്. ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം കണ്ടില്ലേ, ഇവിടെ മടക്ക് വശമാണ്. ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പീസ് ഈ രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഓപ്പൺ സൈഡിൽ നിന്നാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ മടക്ക് വശത്ത് നിന്നും ബാക്ക് പീസ് കട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ബാക്ക് പീസിനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മടക്ക് വശമാണ് വരുന്നത്. ഇവിടാണ് ഓപ്പൺ സൈഡ് വരുന്നത്. കണ്ടില്ലേ, നമ്മളിങ്ങനെ മടക്കി ഇട്ടേക്കുവാണേ. കണ്ടില്ലേ, ബാലൻസ് വന്ന പീസാണിത്. നമുക്ക് ഇവിടെ ഇത്ര എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് ഞാനിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ ഇവിടെ ഓപ്പൺ സൈഡാണ്, ഇവിടെ ക്ലോസ്ഡ് മടക്ക് വശം. ആദ്യം നമുക്കിവിടെ ഒന്ന് ലെവലാക്കി ഒന്ന് വരച്ചു കൊടുക്കണം. ഇവിടെ ഏറ്റക്കുറച്ചിലുണ്ടല്ലോ, അന്നേരം ലെവലാക്കി ഒന്ന് വരച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ലൈൻ വരച്ചതിൻ്റെ താഴേക്ക് നമ്മൾ 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 2 ഇഞ്ച് നമ്മൾ അവിടെ ഒരു ലൈൻ വരച്ചെടുത്ത് നമ്മൾ ആദ്യം ലെവലാക്കി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതിൻ്റെ അവിടെ നിന്നും താഴേക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മൾ ഈ
ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മളിവിടെ ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈൻ കറക്റ്റ് ഈ മടക്ക് വശത്ത് കണ്ടില്ലേ ഇങ്ങനെ വരുന്ന രീതിയിൽ വെച്ച് വേണം നമ്മൾ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടില്ലേ ആ ലൈൻ ഈ മടക്ക് വശത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. നമ്മളിവിടെ എക്സ്ട്രാ ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഈ 1 ഇഞ്ച് വിട്ടിട്ടുള്ളത്. അത് കറക്റ്റ് ഈ ബാക്കിൻ്റെ മടക്ക് വശത്ത് വരുന്ന രീതിയിൽ ആ ലൈൻ ഇതിനോട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അവിടെയായിട്ട് വേണം നമ്മുടെ ഷോൾഡറിൻ്റെ ഈ നെക്ക് വരച്ച ഷോൾഡറിൻ്റെ അവിടെ മുട്ടി നിൽക്കാനായിട്ട് ആ ലൈനിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ബട്ടൺ ഹോളും മാർക്ക് ചെയ്ത് ആ 1 ഇഞ്ച് ആ ലൈൻ ഈ മടക്ക് വശത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. പിന്നീട് നമ്മൾ 2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ വേണം നമ്മുടെ ഷോൾഡർ വന്ന് നിൽക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ അതിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഈ ഫ്രണ്ടിൻ്റെ ആ പീസിലേക്ക് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ നമ്മളിവിടെ 1 ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് വരച്ച് എൻഡ് ചെയ്യുന്ന ആ അവിടെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്തെടുത്ത് ഈ ഫ്രണ്ട് പീസിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്കൊന്ന് വരച്ചെടുത്തു. പിന്നീട് നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ഇപ്പോൾ ഇവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്, അതിൻ്റെ പകുതി 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് നമ്മൾ അവിടെ ഒരു ലൈൻ വരച്ചെടുത്ത്. പിന്നീട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തല്ലോ, ഇവിടെ ആ നെക്ക് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ബാക്കിയെല്ലാം കറക്റ്റ് ഈ അളവ് തന്നെ അങ്ങോട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ വരച്ചതിൻ്റെ പകുതി 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചു. പിന്നീട് നെക്ക് വിട്ട് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നും നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ചരിച്ച് വരച്ചു. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഇത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്, കണ്ടില്ലേ കറക്റ്റ് അത് തന്നെ കിട്ടും. പിന്നീട് നമ്മൾ ബാക്ക് നെക്ക് വരച്ചു കൊടുക്കാനായിട്ട് ഇവിടെ 1 ഇഞ്ചാണല്ലോ ഈ ലൈൻ വരുന്നത്, നമ്മൾ 1.5 ഇഞ്ച് താഴ്ത്തി ഇങ്ങനെ ഒന്ന് ബോക്സ് കൂട്ട് വരച്ചതിന് ശേഷം ആ 1.5 ഇഞ്ചിലേക്ക് ഇവിടെ ടോട്ടൽ 2 ഇഞ്ചാണ് വരുന്നത്, നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു കർവ് ചെയ്ത് കൊടുക്കണം. അപ്പം ബാക്ക് നെക്ക് ഇതാണ്. നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് വീണ്ടും താഴേക്കൊരു 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് അവിടെ ബാക്ക് നെക്ക് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് ഷോൾഡർ സ്ലോപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ വരെ ഇതിൻ്റെ എത്രയാണോ ലെങ്ത് വരുന്നത് അവിടെ വരെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നതിനും നമ്മൾ ക്രോസ് പീസാണ് ഉപയോഗിക്കുന്നത്. ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് കോട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.